കോഴിക്കോട് വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാരനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. കൊടുവള്ളി സ്വദേശി നിഹാലിനെതിരെയാണ് നടപടിയുണ്ടായത്. സമീർ സി മുഹമ്മദാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സമീർ, പറയൂ, ഇയാളെ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞത്? സ്മിത, ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന വേളയിലാണ് കൂടത്തായി ഹയർ സെക്കൻഡറി സ്കൂളിലെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള കുട്ടിയെ ക്രൂരമായി ഈ ബസ് കണ്ടക്ടർ മർദ്ദിച്ചത്. കുട്ടിയുടെ കൈവശം കൺസെഷൻ കാർഡ് ഉണ്ടായിരുന്നു. എന്നാൽ ഫുൾ ടിക്കറ്റ് തന്നേ മതിയാകൂ എന്ന് വാശി പിടിക്കുകയും പിന്നീട് ഫുൾ ടിക്കറ്റ് വാങ്ങുകയും ചെയ്തു. അതിനിടെ ഈ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചു. ആ പ്രതിഷേധിച്ച വേളയിലാണ് വിദ്യാർത്ഥിയെ റോഡിൽ ഇറക്കിവിട്ടത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ വിഷയത്തിൽ ഇടപെടുകയും കുട്ടിയെ വീണ്ടും അതേ ബസ്സിൽ തന്നെ കയറ്റിവിടുകയും ചെയ്തു. അസോറ എന്നുള്ള ബസ്സിലാണ് ആ വിദ്യാർത്ഥി വീണ്ടും കയറിയത്. ആ വേളയിലാണ് ക്രൂരമായി ഈ കുട്ടിയെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. 9ാം ക്ലാസ്സുകാരനായിട്ടുള്ള കുട്ടിക്ക് തലയിൽ പരിക്കേറ്റിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. അങ്ങനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് പിറകെ കുട്ടി ബന്ധുക്കൾക്കൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലെത്തുകയും പരാതി നൽകുകയും ചെയ്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊടുവള്ളി സ്വദേശിയായിട്ടുള്ള നിഹാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതിയോട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് കർശനമായിട്ടുള്ള താക്കീത് നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന താക്കീതോടു കൂടിയാണ് പ്രതിക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യം അനുവദിക്കാവുന്ന തരത്തിലുള്ള കുറ്റം മാത്രമാണ് ഉള്ളത് എന്നുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ കുട്ടികൾക്കെതിരെ വിദ്യാർത്ഥികൾക്കെതിരെ ഇത്തരത്തിലുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന താക്കീതോടു കൂടിയാണ് ഇപ്പോൾ പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സ്മിത, ക്രൂരമായ നടപടിയാണ് വിദ്യാർത്ഥിയോട് ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് ഇയാളെങ്കിൽ പോലും കർശനമായ നടപടി തന്നെയാണ് ഇത്തരം പ്രവൃത്തികൾക്ക് ഉണ്ടാകേണ്ടത്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.